അറ്റാക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുവാനുള്ള നൂതന മിഷണറി സഹായവും ഇവിടെ ലഭ്യമാണ്. പൂക്കോട്ടുംപാടത്ത് 24/7 പ്രവർത്തിക്കുന്ന ഏക സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മിത്ര ഹോസ്പിറ്റൽ, നിലമ്പൂർ റോഡ്, പൂക്കോട്ടുംപാടം. ജില്ലാ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി അനുവദിച്ച ഭൂമി വിട്ടു നൽകുന്നതിനെതിരെ നീക്കം നടത്തി UDF നഗരസഭാ ഭരണസമിതി വികസനം അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് മുൻ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം ആരോപിച്ചു. കഴിഞ്ഞ LDF ഭരണസമിതിയുടെ കാലത്ത് അന്നത്തെ നഗരസഭ MLA PV അൻവർ, PV അബ്ദുൾ വഹാബ് MP, ലീഗ് നേതൃത്വം നൽകുന്ന ജില്ലാ പഞ്ചായത്ത് എന്നിവരുടെ സംയുക്ത ശ്രമഫലമായാണ് ജില്ലാ ആശുപത്രിക്കായി ഭൂമി ലഭ്യമാക്കിയത്. നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ UP സ്കൂളിന്റെ 33 സെന്റ് സ്ഥലം ഇതിനായി വിട്ടു നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ആശുപത്രി വികസനത്തിന് ഫണ്ട് ലഭ്യമാണെങ്കിലും സ്ഥലമില്ലാത്തതായിരുന്നു പ്രധാന തടസ്സം. ഇതിന് പരിഹാരമായപ്പോഴാണ് ഇപ്പോൾ രാഷ്ട്രീയ താൽപര്യത്തോടെ തടസ്സം നിൽക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. തിങ്കളാഴ്ച നടക്കാനിരിക്കുന്ന നഗരസഭാ ബോർഡ് യോഗത്തിൽ ഈ ഭൂമി തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള PTA കമ്മിറ്റിയുടെ കത്ത് ഒന്നാമത്തെ അജണ്ടയായി ഉൾപ്പെടുത്തിയത് ഇതിന്റെ ഭാഗമാണ്. 10 കോടി രൂപയുടെ വികസന പദ്ധതിയാണ് ഇതിലൂടെ നീണ്ടുപോകാൻ സാധ്യതയുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് മൂലം ജനങ്ങളുടെ ജീവൻ വരെ അപകടത്തിലാകുന്ന സാഹചര്യത്തിൽ നാടിന്റെ വികസനത്തിന് തുരങ്കം വെക്കുന്നവരെ ജനങ്ങൾ തിരിച്ചറിയണമെന്നും മാട്ടുമൽ സലീം പറഞ്ഞു. ഏറെ കാലങ്ങളായി പല നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും പെട്ടെന്നുള്ള അറ്റാക്ക് മൂലം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയതെന്ന് നമുക്കറിയാം. ഈ കഴിഞ്ഞ 5 വർഷത്തെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കാലത്താണ് UDF ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ രാജ്യസഭാ MP ആയ PV അബ്ദുൾ വഹാബും നിലമ്പൂർ MLA ആയിരുന്ന PV അൻവറും നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ എന്നുള്ള നിലയിൽ നേരിട്ട് തന്നെ ഒന്ന് കാണുകയും ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് നമ്മുടെ സ്കൂളിൻ്റെ ഒരു ഭാഗത്തുള്ള കുറച്ച് സ്ഥലം വിട്ട് കിട്ടുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി ഫണ്ടിൽ നിന്നും ഗവൺമെൻറ്റും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും അതിലേക്ക് വെച്ചിട്ടുണ്ട് എന്നുള്ള അഭ്യർത്ഥന മാനിച്ചും അതുപോലെ തന്നെ അവരുടെ ഓരോരുത്തരുടെയും അഭ്യർത്ഥന മാനിച്ചാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഇത്തരത്തിലുള്ളൊരു അജണ്ട, അതായത് നമ്മുടെ ജില്ലാ ആശുപത്രി വികസനത്തിന് വേണ്ടിയിട്ട് നിലമ്പൂർ സ്കൂളിലെ ഒരു ഭാഗം വിട്ടുകൊടുക്കുന്നതുമായിട്ടുള്ള ചർച്ചയാണ്. ഈ ചർച്ച നടക്കുമ്പോൾ വഹാബുമായിട്ടും അതുപോലെ തന്നെ അൻവറുമായിട്ടും ഞാൻ ആകെ പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഈ സ്കൂൾ ഇവിടുന്ന് മാറ്റുകയോ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റു വല്ല പ്രവർത്തനങ്ങളോ ചെയ്യുമ്പോൾ നമ്മുടെ ഈ സ്കൂളിലെ വിദ്യാർത്ഥിനികൾക്ക് യാത്രാ സൗകര്യം അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ വിദ്യാലയം വീണ്ടും നടന്നു പോകണം. അങ്ങനെയാണ് ഏകദേശം 4 കോടി രൂപ മുടക്കിൽ നമ്മുടെ രാജേശ്വരി ഓപ്പോസിറ്റിലുള്ള സ്കൂളിൽ ഇപ്പോൾ 4 കോടി രൂപയുടെ നമ്മുടെ വികസന പ്രവർത്തനം നടത്തും, ക്ലാസ് റൂമുകളുടെ വികസന പ്രവർത്തനം നടത്തും. നമ്മുടെ ഈ വിദ്യാലയത്തിൽ നമ്മുടെ കോവിലത്തുമുറി ഭാഗത്തുനിന്ന് ഏകദേശം 10, 60, 70 വിദ്യാർത്ഥികൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് സഞ്ചരിക്കാൻ MLAയോ അല്ലെങ്കിൽ MPയോ വഹാബ്കയോ ആരെങ്കിലും ഒരു ബസ്, ഇനി അവർക്ക് യാത്രാ സൗകര്യത്തിന് ബുദ്ധിമുട്ടാണെങ്കിൽ അതും വാഗ്ദാനം ചെയ്തതിന് ശേഷമാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസിൻ്റെ അംഗങ്ങളുടെ വിയോജിപ്പ് കുറിപ്പോടെ, അതായത് കോൺഗ്രസിൻ്റെ അന്ന് അംഗങ്ങളുണ്ടായിരുന്ന ഇപ്പോഴത്തെ ബ്ലോക്ക് പ്രസിഡന്റ് പാലോളി മെഹബൂബും മുൻ KPCC ജനറൽ സെക്രട്ടറിയുമായ VA കരീം അടക്കമുള്ള ആളുകൾ അതിന് വിയോജനക്കുറിപ്പ് എഴുതിക്കൊണ്ടാണ് നമ്മളത് പാസ്സാക്കിയത്. ചുരുക്കം പറയാം, ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇന്നത്തെ രാഷ്ട്രീയം ശരിക്കറിയാം. ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്, അന്നും ഇന്നും. ഇപ്രാവശ്യം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് കോൺഗ്രസ് ചോദിച്ചു പോയിട്ട് പോലും ലീഗ് കൊടുത്തിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ നിലമ്പൂരിലെ രാഷ്ട്രീയം എന്തെന്ന് വെച്ചാൽ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ LDF ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി ഈ സ്കൂളിലെ സ്ഥലം വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചത്. സ്കൂളിലെ സ്ഥലം വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചത് മാത്രമല്ല, അതിനുശേഷം നമ്മുടെ MLA രാജിവെച്ച് പോകുന്നതിൻ്റെ മുമ്പത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ സമയത്ത് മുനിസിപ്പാലിറ്റി ചെയർമാൻ എന്നുള്ള നിലയിൽ വിദ്യാഭ്യാസ വകുപ്പുമായിട്ടും റവന്യൂ വകുപ്പുമായിട്ടും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പുമായിട്ടും നിരന്തരം ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലും അവരുമായി നിരന്തരം ബന്ധപ്പെട്ട് ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 മാസമായി ആ സ്കൂളിൻ്റെ 33 സെൻറ്റ് സ്ഥലം വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തീരുമാനങ്ങളുമായി നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു അജണ്ട നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഈ വരുന്ന തിങ്കളാഴ്ച വരുന്നത്. അതായത് ആ സ്കൂളിലെ PTA HMC കമ്മിറ്റികൾ കൂടി ഇത്
ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.